ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ദിലീപ് നായകനായി എത്തിയ ബബബ 2 ദിനങ്ങൾ പിന്നിട്ട് 3-ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത് ആട്ടം പോതുമ എന്നുള്ള ചോദ്യം പോലെ തന്നെ കളം നിറഞ്ഞാടുന്ന ഈ ഒരു ചിത്രം 2-ാം ദിനവും മികച്ച രീതിയിലാണ് കളക്ഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആദ്യ ദിനത്തിൽ 1,80,540 ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രമായി വിറ്റുപോയത്. 2-ാം ദിനം 1,09,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി എന്നുള്ളത് ബുക്ക് മൈ ഷോ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും 2 ദിവസങ്ങൾ കൊണ്ട് കണ്ട ആളുകൾ എന്ന് പറയുന്നത് 6,15,000 മുകളിലുള്ള ആളുകളാണ്. ഇനി സിനിമയുടെ 2-ാം ദിനത്തെ ഫൈനൽ കളക്ഷനിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടിയായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതൊരു ലോങ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇതിനകത്തിൽ ട്രാക്ഡ് കളക്ഷൻസ് അതെല്ലാം തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്, അതും ജില്ല തിരിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും ഇന്നലെ സിനിമയ്ക്ക് 1,660 ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടത്. അതിൽ തന്നെ ഏകദേശം 400 മുകളിലുള്ള ഓൾമോസ്റ്റ് ഫുൾ ഷോകളും ഏകദേശം 121ഓളം ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 2,45,000 ടിക്കറ്റുകളാണ് 2,04,500 ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത്. അതിൽ തന്നെ സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ നേടാൻ കഴിഞ്ഞത് 3,22,39,000 രൂപയോളമാണ്. അതായത് 3,80,00,000 രൂപ തൊട്ട് 4 കോടിക്ക് അടുത്ത് വരെ ഈ ഒരു സിനിമയുടെ കളക്ഷൻ 2-ാം ദിനവും എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ആദ്യ ദിനത്തെ ഡീറ്റെയിൽഡ് കളക്ഷൻ നമുക്കൊന്ന് നോക്കി വരാം. ആദ്യ ദിനത്തിൽ ഈ ഒരു സിനിമയ്ക്ക് കേരളത്തിൽ നിന്ന് മാത്രം 7,20,00,000 രൂപ നേടാൻ കഴിഞ്ഞു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60,00,000 രൂപ നേടിയ ചിത്രം മിഡിൽ ഈസ്റ്റിൽ നിന്ന് $565,000, UK യൂറോപ്പിൽ നിന്ന് $135,000, നോർത്ത് അമേരിക്കയിൽ നിന്ന് $38,000, ഓസ്ട്രേലിയ ന്യൂസിലാൻഡിൽ നിന്ന് $28,000 നേടി. ഓവർസീസിൽ നിന്ന് $783,000, അതായത് 7,02,00,000 രൂപയോളം നേടി. അതായത് 2-ാം ദിനം കൊണ്ട് സിനിമ 1 മില്യൺ അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് കടന്നിരിക്കുന്നു. ടോട്ടൽ ഗ്രോസ് 14,82,00,000 എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഒഫീഷ്യലായിട്ട് 15 കോടിക്ക് മുകളിൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമയുടെ മറ്റ് ഡീറ്റെയിലേക്ക് കടന്നു വരാം. 3-ാം ദിവസമായ ഇന്ന് സിനിമയ്ക്ക് മികച്ച രീതിയിൽ തന്നെയുള്ള പ്രീ സെയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. 2 ദിവസങ്ങൾ കൊണ്ട് സിനിമയ്ക്ക് 3,800ഓളം ഷോകൾ കേരളത്തിൽ മാത്രം ചാർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. 6,15,617 ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു എന്നും 58.5% സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസി. എന്താണേലും 10 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമയ്ക്ക് ട്രാക്കിങ്ങിലൂടെ തന്നെ കളക്ഷൻ വന്നിരിക്കുന്നത് 2 ദിവസത്തെ എന്ന് പറയാം. ഇനിയും നമുക്ക് 3-ാം ദിനത്തെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. ഇതൊരു വാട്ട് ദ ഫസ് എന്ന ഏറ്റവും പ്രമുഖരായ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകളാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഏറ്റവും വിശ്വസനീയമായതുകൊണ്ട് തന്നെയാണ് ആ ഒരു ട്രാക്കിംഗ് റിപ്പോർട്ടുകളുമായി നമ്മൾ വരുന്നത്. അപ്പോൾ ജില്ല തിരിച്ചുള്ള ആ ഒരു കളക്ഷൻ നോക്കാം. 20-ാം തീയതിയാണെന്ന് തിരുവനന്തപുരത്ത് നിന്ന് 177 ഷോകളിൽ നിന്ന് 11,219 ടിക്കറ്റുകൾ വിറ്റുപോയി. 20 ലക്ഷത്തിന് മുകളിലാണ് സിനിമയുടെ ഗ്രോസ് ആയി വന്നിരിക്കുന്നത്. അത് 20% ഓക്യുപ്പൻസി. കൊല്ലത്ത് നിന്ന് 97ഓളം ഷോകൾ 6,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 10.5 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ പ്രീസെയിലൂടെ നേടാൻ കഴിഞ്ഞത്. 23% തിയേറ്റർ ഓക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. പത്തനംതിട്ട 30ഓളം ഷോകളിൽ നിന്ന് 1,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 2,42,000 രൂപയോളമാണ് സിനിമയ്ക്ക് കളക്ഷനായി വന്നത്. ആലപ്പുഴയിൽ 72 ഷോകളിൽ നിന്ന് 5,455 ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 8,52,000 രൂപയോളം ഗ്രോസായി വരികയും 26% ഓക്യുപ്പൻസി വരികയും ചെയ്തു. കോട്ടയത്ത് 82 ഷോകൾ 6,330 ടിക്കറ്റുകൾ വിറ്റുപോയി. 9,93,000 രൂപയോളം പ്രീസെയിലൂടെ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. 21% സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസി. ഇടുക്കിയിൽ 36 ഷോകൾ 2,045 ടിക്കറ്റുകൾ വിറ്റുപോയി. 3,29,000 മുകളിലുള്ള എമൗണ്ട് കളക്ഷനായി വരികയും 20.22% സിനിമയുടെ ഓവറോൾ ഓക്യുപ്പൻസിയായി വരുകയും ചെയ്തത്. എറണാകുളം 216 ഷോകളാണ് സിനിമയ്ക്ക്. എറണാകുളത്ത് 216 ഷോകളാണ് സിനിമയ്ക്കുള്ളത്. 16,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 30,99,000 രൂപയോളമാണ് സിനിമയ്ക്ക് വന്നത്. 26% തിയേറ്റർ ഓക്യുപ്പൻസിയായി പ്രീസെയിലൂടെ തന്നെ വന്നിരിക്കുന്നത്. തൃശ്ശൂർ 197 ഷോകളിൽ നിന്ന് 11,500 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 17,40,000 രൂപയോളം ഗ്രോസായി വന്നപ്പോൾ 19% സിനിമയുടെ തിയേറ്റർ ഓക്യുപ്പൻസിയും നേടാൻ കഴിഞ്ഞു. പാലക്കാട് 107 ഷോകളിൽ നിന്ന് 4,800 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 6,25,000 രൂപയാണ്
കളക്ഷനായി വന്നത് 15% ഓക്യുപ്പൻസി. മലപ്പുറത്ത് 130ഓളം ഷോകൾ 6800 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 8,59,000 രൂപയോളം ഗ്രോസായി പിരിഞ്ഞു. 18% സിനിമയുടെ ഓക്യുപ്പൻസി. കോഴിക്കോട് നമ്മൾ 134 ഷോകളിൽ നിന്ന് 8600 മുകളിലുള്ള ഷോകൾ 13,31,000 രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നിരിക്കുന്നത്. 23% ഓക്യുപ്പൻസി. വയനാട് 25 ഷോകൾ 1000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 1,39,000 രൂപയോളം വരികയും സിനിമയ്ക്ക് 15% അവിടെ ഓക്യുപ്പൻസിയായി വന്നത്. കണ്ണൂർ 137ഓളം ഷോകളിൽ നിന്ന് 10,900 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 15,27,000 മുകളിലാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നത്. 29.25% ഓക്യുപ്പൻസിയായി വന്നത്. കാസർഗോഡ് 28ഓളം ഷോകൾ 1,400-നടുത്തുള്ള ടിക്കറ്റുകൾ വിറ്റുപോയി. 2,02,000 രൂപയോളം സിനിമയുടെ കളക്ഷനായി വരികയും 16% മുകളിൽ ഓക്യുപ്പൻസി വരികയും ചെയ്തു. ഓവറോൾ 22% സിനിമയുടെ പ്രീസെയിലൂടെയുള്ള തിയേറ്റർ ഓക്യുപ്പൻസി. അതിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് 29% ഓക്യുപ്പൻസിയായി വന്ന കണ്ണൂരാണ് എന്നുള്ളതാണ്. അതുകൂടാതെ ഏറ്റവും കുറഞ്ഞു വന്നിരിക്കുന്നത് ഏകദേശം 15% വന്നിരിക്കുന്ന പാലക്കാട് ആണ് എന്ന് തന്നെ പറയാം. 1468ഓളം ഷോകളാണ് സിനിമയുടേതായി ട്രാക്ക് ചെയ്യപ്പെട്ടത്. 94,500ഓളം ടിക്കറ്റുകൾ വിറ്റുപോയി. അതായത് ഏറെക്കുറെ 1,00,000-നടുത്തുള്ള ടിക്കറ്റുകൾ എന്ന് തന്നെ പറയാം. ഫൈനൽ ഗ്രോസായി വന്നത് 1,50,00,000 രൂപയോളമാണ്. 22% ഒക്യുപ്പൻസിയിൽ റെക്കോർഡാണ് 3-ാം ദിനവും ഈ സിനിമ നേടിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ പ്രീസെയിൽ തകർപ്പാണ് ഈ ഒരു സിനിമയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് ശനിയാഴ്ച, ഈ ഒരു ശനിയാഴ്ച എങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കണക്കുകൾ പ്രകാരം സിനിമയ്ക്ക് 5 കോടിക്ക് തൊട്ട് 6.5 കോടിക്കിടയിൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇവിടെ മലയാളത്തിലെ പല സിനിമകളുടെയും സർവ്വകാല റെക്കോർഡുകളും തീർക്കുമെന്നുള്ളതാണ്. ഇതിനിടയിൽ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഒടിയൻ്റെ പേരിൽ അവകാശപ്പെടുന്ന ആ ഒരു കളക്ഷൻ റെക്കോർഡും ഈ ഒരു സിനിമ തൂക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും സിനിമയ്ക്ക് 200-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ 250ഓളം ഷോകളായിരുന്നു എക്സ്ട്രാ ഷോസായി ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 600-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോകളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒഫീഷ്യലായി തന്നെ പുറത്ത് വന്ന കണക്കുകളാണ്. എന്തായാലും 2 ദിനങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമ നേടാൻ പോകുന്നത് ബോക്സ് ഓഫീസിൽ നിന്ന് 27-28 കോടിയായിരിക്കാം. 3 ദിവസം കൊണ്ട് സിനിമ 40 കോടിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. ഈ ഒരു ഞായറാഴ്ചയുടെ സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന്. 2025-ൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നതിൽ സിനിമ 4-ാം പൊസിഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും വമ്പൻ വിജയമായി ഈ ഒരു സിനിമ മുന്നിൽ പോകുമ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് L2E എമ്പുരാനും, 2-ാം സ്ഥാനത്ത് തുടരവും, 3-ാം സ്ഥാനത്ത് കളങ്കാവലും. ഗുരുതുല്യന്മാരായ ആളുകളുടെ തൊട്ടു പിന്നാലെ ഇതാ ദിലീപ് ബബ്ബായിലൂടെ 15 കോടിയും നേടി മുന്നോട്ട് പോകുന്നു. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. അപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കാം. അപ്പോൾ കമൻസുകളും കാര്യങ്ങളുമായിട്ട് വരിക. ഗ്രേറ്റ് മീഡിയാസ്.